OnePlus 7T Proന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. Press the bell icon on YouTube app and never miss another update. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus 7T Proന്റെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തിരി ടോളായിട്ടുള്ളൊരു ബോക്സാണ്, ഇത്തിരി കുറച്ച് നീളം കൂടിയൊരു ബോക്സാണ്. ഓക്കെ, ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ബുക്ക് കാര്യങ്ങളാണ്, അതുപോലെ തന്നെ വാറൻറ്റി പേപ്പേഴ്സ് കാര്യങ്ങൾ. രണ്ടാമതായിട്ട് നമ്മുടെ ഡിവൈസ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും, OnePlus 7T Pro. അടുത്തതായിട്ട് അതിനുള്ളിലായിട്ട് മറ്റൊരു ബോക്സ് ഉണ്ട്, അതും കൂടി ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഈ ഒരു ബോക്സിനുള്ളിലായിട്ട് നമ്മുടെ സിം കാർഡ് റിമൂവ് ചെയ്യാനുള്ള ആ ഒരു ടൂളും അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് പൗച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലായിട്ട് നമ്മുടെ ചാർജറും അതുപോലെ തന്നെ അതിൻ്റെ USB കേബിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചാർജറിൻ്റെ വോൾട്ട് ആംബിയറേജ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 5 വോൾട്ടും അതുപോലെ തന്നെ 4 ആംബിയറുമാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ബോക്സിൽ വരുന്നത്. ഇനി ഇതിൻ്റെ റിവ്യൂയിലോട്ട് പോകാം. ഫസ്റ്റ് ലുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഫുൾ ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് വൈഡായിട്ടുള്ള ഫുൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലസ് പോപ്പപ്പ് ക്യാമറയാണ് ഇതിന് വരുന്നത്. ഫ്രണ്ട് ക്യാമറ പോപ്പപ്പ് ക്യാമറയാണ്. ബാക്ക് ഭാഗത്തായിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഒരുക്കിയിട്ടുള്ളത്. പ്ലസ് നമുക്ക് മാക്രോയും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഡെപ്ത് സെൻസർ മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായി ഒരു ഫ്ലാഷും അതുപോലെ തന്നെ OnePlusൻ്റെ ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് ഫ്രണ്ടിലായിട്ടാണ്. പിന്നെ നമുക്ക് ഫേസ് ലോക്കും അവൈലബിൾ ആണ്. നല്ല രീതിയിലുള്ളൊരു പോപ്പപ്പ് ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 8GB റാമും അതുപോലെ തന്നെ 256GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് വരുന്നത്. ആൻഡ്രോയിഡ് 10 പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് 48+16+8 മെഗാ പിക്സലിലാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ക്യാമറ കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമുക്ക് മാക്രോയും കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ലൊരു എഡ്ജ് രീതിയിലുള്ള ഫുൾ ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് നമുക്ക് ചാർജിങ് കണക്ടർ അതുപോലെ തന്നെ മറ്റ് സൗണ്ട് കാര്യങ്ങൾ, മുകൾ ഭാഗത്തായിട്ട് പോപ്പപ്പ് ക്യാമറ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു OnePlus 7T Proയിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിലൂടെയുള്ള ക്യാമറ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. 3 മോഡുകളിലായിട്ട് 3 ക്യാമറയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. നല്ല രീതിയിൽ മാക്രോയും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെയുള്ള മാക്രോ വ്യൂ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്രോ മോഡിലുള്ള ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഒരു വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിന് വീഡിയോ റെസൊല്യൂഷൻ 4Kയുടെ മുകളിലും വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഷെയ്ക്കാവാത്ത രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള മോഡുകൾ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ ലഭ്യമാണ്. ഓക്കെ, അടുത്തതായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്രണ്ട് ക്യാമറ നല്ല രീതിയിലുള്ള ഒരു പോപ്പപ്പ് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പോപ്പപ്പ് ക്യാമറ പൊന്തി വരുന്ന സമയത്ത് ഒരു ബ്ലൂ ഐക്കണിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള പോപ്പപ്പ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ക്യാമറകൾ പറയുകയാണെങ്കിൽ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറകളാണ്. അടുത്തതായിട്ട് ഇതിലൂടെയുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കിവിടെ കാണാൻ കഴിയും എഡ്ജ് രീതിയിലുള്ള ഒരു ഫുൾ ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കാണാൻ കഴിയും. ഓക്കെ, അടുത്തതായിട്ട് OnePlusൻ്റെ എല്ലാ മൊബൈൽ ഫോണിലും കൊടുക്കുന്ന ഒരു ഫീച്ചറാണ്. നമ്മുടെ ആപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എഡിറ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ പോയി നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ ഐക്കൺ മാറ്റാൻ കഴിയും. OnePlusൻ്റെ കമ്പനി കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഐക്കണുകൾ നമുക്ക് ഇതിലൂടെ ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷന് റീനെയിം ചെയ്യാനും നമുക്ക് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ ഈ ഒരു ആപ്ലിക്കേഷന് ഇടാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഫീച്ചറുകളാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിലൂടെയുള്ള കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. Press the bell icon on YouTube app and never miss another update.